ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണുള്ളത്. ഇന്നൊരു സാറ്റർഡേ ആണ്. നമ്മൾ സാധാരണ എല്ലാ വീക്കും വീട്ടിൽ പോകാറുണ്ട്. പക്ഷേ ഈ വീക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം എന്താ നമുക്ക് ഒന്നാമത് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോയിട്ട് തിങ്കളാഴ്ച രാവിലെ എണീറ്റൊക്കെ വരണമല്ലോ ഓർത്തിട്ടൊരു വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ട്രെയിൻ കയറണം. ദാറ്റ്സ് സോ ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നമ്മുടെ ഹോസ്റ്റൽ ജീവിതം, ഒരു പാർട്ട് ഓഫ് ചെറിയൊരു സാധനം ഈവനിങ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ റൂമിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ദിസ് ഈസ് ഞങ്ങളുടെ ഫേവറേറ്റ് പാർട്ടാണ്. രാവിലെ എല്ലാവരും ഇവിടെ വന്നു നിന്നാണ് ഒരുങ്ങുന്നത്. അതായത് ഇവിടെ കുറേ പിള്ളേർ കാണും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മൾ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണിത്, ഹോസ്റ്റലിൽ. അതെ, കാരണം ഇത് മൊത്തത്തിൽ നോക്കിക്കാൻ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ഹോളിലും ഒരെണ്ണമുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, നമുക്ക് റൂമിലോട്ട് പോവാം. കം ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് റൂം നമ്പർ 24. അപ്പം നമ്മളിവിടെ 3 പേരാണുള്ളത്. ഒന്ന് ഞാനും, പിന്നെ ഉള്ളത് നമ്മുടെ പ്രീതിയാണ്, പിന്നെ ഉള്ളത് അമൃതയാണ്. അമൃത ഈ വീക്ക് വീട്ടിൽ പോയി. ആക്ച്വലി അവൾ കുറേ വീക്കായിട്ട് വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ ഞാനും ഈ ആഴ്ചകളിലായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രീതി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ചെറിയൊരു ബുദ്ധി തോന്നിയത് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന്. അപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കുറേ തുണിയൊക്കെ ആയിട്ട് കിടക്കുന്ന നമ്മുടെ റൂമാണ്. മെസ്സപ്പായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കിതിനെ എന്ത് ചെയ്യണം പ്രീതി? ഒന്ന് വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആക്ച്വലി അത് പറയേണ്ട ഗൈസ്, അത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. പ്രീതിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ്. ഒരു ഹാങ് ചെയ്യുന്ന കമ്മലാണ്. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റി? അത് കാണാതെ പോയതെന്ന് കാരണം എൻ്റെ കാരണമാണ് ഗൈസ്. അപ്പം നമ്മൾ നേരത്തെ കമ്മലിൻ്റെ കാര്യം വരെയാണ് പറഞ്ഞു നിർത്തിയത്. കമ്മൽ കളഞ്ഞ ദിവൻ ഗൈസ്, അത് ഞാൻ ഇന്നലെ നേരത്തെ കണ്ടിട്ട് നിങ്ങൾ ആ പച്ച സാരിയാണ് കൊടുത്തിരുന്നത്. അപ്പം ഐ തിങ്ക് അല്ല, ഈ പച്ച അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന പച്ച പെട്ടെന്ന് ഈ പച്ചയിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് വി ഹാവ് നോ സെൽഫി സ്റ്റിക്ക് ഓർ സംതിങ്. ഞങ്ങൾ ചെറിയ സ്റ്റാൻഡ് മാത്രമുള്ള സ്റ്റാൻഡ് വെച്ചൊക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ വന്ന പാടെ ഒരുപാട് വർക്കാണ് നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ വന്ന പാടെ എങ്ങനെയും കട്ടിലോട്ട് കിടക്കാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമ്മൽ ഉപയോഗിക്കുന്ന വരെ മറന്നുപോയി. അപ്പം കുറച്ച് കഴിഞ്ഞ് എണ്ണീറ്റ് സാരി മാറ്റുന്നതിന് മുന്നേ കമ്മൽ മാറ്റുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഇവിടെ തപ്പി ഒരെണ്ണം കിട്ടി, അപ്പുറത്ത് തപ്പി പോയി കമ്മലില്ല ഗൈസ്. അപ്പം എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കമ്മലാണ്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ അപ്പം തന്നെ പ്രീതിയും ഇല്ലായിരുന്നു, അമൃതയും ഇല്ലായിരുന്നു റൂമിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി, ബെഡൊക്കെ എല്ലാവരുടെയും കുടഞ്ഞു നോക്കി. എന്നിട്ടും എനിക്ക് സാധനം കിട്ടിയില്ല. പിന്നെ ഞാൻ ഇവരോട് പറയാനായിട്ട് മറന്നുപോയി ആക്ച്വലി. പിന്നെ രാവിലെയാണ് ഓർത്തത്. പിന്നെന്താ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നു. അത് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാം. ഓക്കെ, ബൈ.
സമയം 4:30 കഴിഞ്ഞു. ഇനി ഞങ്ങൾ ജസ്റ്റ് 4:30 കഴിഞ്ഞില്ല ഗൈസ്, 4:30 ആവാൻ 5 മിനിറ്റ് കൂടി ഉണ്ട് ഗൈസ്. ഈ അമ്മ എന്താണ് പറയുന്നത് ഗൈസ്? ഞങ്ങൾ ഇനി എങ്ങോട്ട് പോവുകയാണ്? ഇവിടെ നമ്മുടെ എവിടെയാ ഹോസ്റ്റലിന് ചുറ്റും കോമ്പൗണ്ടിൽ കുറച്ച് നേരം നടക്കാൻ പോവുകയാണ്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. പ്രീതിയാണ് ഗൈസ്. എവിടെ പുറത്തു പോയാലും ഇവിടെ യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആസ്മി ഇവിടെ എന്തൊക്കെയോ ചെടിയൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. അവൾ പറയുന്നു. ഇവിടെ അഞ്ജലിയും ആസ്മിയും ഉണ്ട്. പ്രീതി കുളിച്ചു ഗൈസ്. പ്രീതി ഇതാ വരുന്നു. പുറകിൽ അക്ഷതയുണ്ട്. അതിൻ്റെ പുറകിൽ അഞ്ജുവാണ്. സൈഡിൽ രാജി ആൻഡ് ഏറ്റവും ബാക്കിലുള്ളത് ദീഷ്മയാണ് ഗൈസ്. ആസ്മിക്കും അക്ഷതയ്ക്കും ഒരു കൊച്ചുണ്ടെന്നാണ് പറയുന്നത്. അത് ഏത് കൊച്ചാണെന്ന് നമുക്ക് നോക്കാം. എന്തേ കൊച്ച്? കണ്ടോ 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 മുകളിൽ. അവരുടെ കൊച്ചിനെ എപ്പോഴും ഒറ്റയ്ക്ക് അവർ ഇരുത്തിയിട്ട് പോയേക്കുക. ഇവിടെ ഒരു തൊപ്പിയിട്ട് ഞാൻ കാണുന്നില്ല. ആ കണ്ടു ഗൈസ്. അങ്ങ് നോക്കിക്കേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കൊച്ചു പിള്ളേർ, തീരെ കൊച്ചു പിള്ളേർ, നഴ്സറി കുട്ടികളുടെ പാർക്കാണ് ഗൈസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് LP കുട്ടികളുടെ പാർക്കിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് ഗൈസ്. നമ്മുടെ അടുത്ത പാർക്ക് ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതൊരു LP, ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ +2 പിള്ളേരൊക്കെ വന്ന് ആടുന്നുണ്ട്. ഞങ്ങളും ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. ഇവിടെ നല്ല അപ്പൊ ഞങ്ങളാണ് ഗൈസ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. ഗെയിം എന്താന്ന് ഞാൻ പറയാം. അപ്പൊ ഇതാ നമ്മൾ
അന്താക്ഷരി കളിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏത് അഞ്ജലി കളിക്കുന്ന? എന്തോ നമ്മള് തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ്. അത് നമുക്ക് പാടാൻ ഹിന്ദി ഹിന്ദിയാണോ വാക്ക്? ഞാൻ നമ്മൾ എന്നാണോ? ഹം കൊറേ പേരുണ്ടോ? രണ്ട് വാക്ക് സൂക്ഷിക്കണം. കല്യാണത്തിന് വേറെ വാക്കാ? കല്യാണത്തിന്റെ മറ്റേ വാക്ക് നീ സൂക്ഷിച്ചോ. ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊന്നുമില്ല, ജസ്റ്റ് പോയി കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അതെ ഗൈസ്, ബൈ. ഞങ്ങൾ ഹോസ്റ്റലിലെത്തി ഗൈസ്. ബൈ.